സിബിനെ പുറത്താക്കി. സത്യം പറഞ്ഞാൽ ഞാൻ ആ സമയത്ത് കുറച്ച് സാധനങ്ങൾ വിട്ടുപോയി കാണാൻ കേട്ടോ. അപ്പം ഞാൻ കാണുന്ന സംഭവങ്ങൾ സിബിൻ പോണം എന്നും പറഞ്ഞ ഒച്ചപ്പാടുണ്ടാക്കുന്നതും, അത് കഴിഞ്ഞ് വന്നിട്ട് റൂമിൽ വന്നിട്ട് ലൈക്ക് ലിവിങ് റൂമിൽ വന്നിട്ട് ഐ എം ടോട്ടലി ഡൗൺ, എൻ്റെ അടുത്ത് ആരും വന്ന് സംസാരിക്കാൻ നിൽക്കരുത് എന്നൊക്കെ പറഞ്ഞിട്ട് മൈക്കൊക്കെ ഡ്രോപ്പ് ചെയ്തിട്ട് പോണ സീനാണ് ഞാൻ കണ്ടത്. അത് കഴിഞ്ഞ് പിന്നെ പ്രൊമോ കണ്ടത്. ഇതിൻ്റെ ഇടയിൽ കുറേ മിസ്സിങ് എനിക്ക് വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ സംസാരിക്കുന്നത്. അപ്പം പ്രൊമോയിൽ വന്നിട്ട് മച്ചാൻ തിരിച്ചു വന്നു, 7 days നോക്കട്ടെ എന്നുള്ള വർത്തമാനം പറയുന്നു. അത് കഴിഞ്ഞ് പോകുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ നേരെ കാണുന്നത് സിബിൻ എയർപോർട്ടിൽ വന്നിട്ട് എനിക്ക് പോകണമെന്ന് പറഞ്ഞില്ലല്ലോ, എന്നെ പുറത്താക്കിയതാണല്ലോ എന്നുള്ളൊരു വർത്തമാനമാണോ വന്നത്. അപ്പോൾ ഞാൻ കുറച്ച് എൻ്റെ വേണ്ടപ്പെട്ട ഫ്രണ്ട്സിനെ വിളിച്ചു ചോദിച്ചു, ഇത് എന്താ കഥ? പുറത്താക്കിയതാണെന്ന് പറഞ്ഞു. അപ്പോൾ എൻ്റെ ഒരു സ്പെഷ്യൽ റിക്വസ്റ്റ് ടു ബിഗ് ബോസ് ആൻഡ് ഏഷ്യാനെറ്റ് എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ സിബിന് മരുന്ന് കൊടുക്കാൻ ശ്രമിച്ചു എന്നുള്ളൊരു സംഭവം, ഒരു അലിഗേഷൻ ആരൊരു പറയുന്നുണ്ട്. അപ്പോൾ ലിറ്ററലി അവിടെ നമ്മുടെ കൺഫെഷൻ റൂമിൽ എന്താണ് നടന്നത്, എന്താണ് സംഭവിച്ചിട്ടുള്ളത്, ഇങ്ങനെ ഒരു മെഡിസിൻ കൊടുക്കാൻ സജസ്റ്റ് ചെയ്യാനുള്ള റീസൺ എന്താണ്, ഇതിനു മുമ്പ് ഇങ്ങനത്തെ ആൾക്ക് കൊടുത്തിട്ടുണ്ടോ, സൈക്കോളജിസ്റ്റ് ആരാണ്, എന്താണ് സിബിൻ ആ സമയത്ത് സിബിൻ ചെയ്ത കാര്യങ്ങൾ സിബിൻ ഇപ്പോൾ പുറത്ത് പറഞ്ഞുകൊണ്ടിരിക്കുക. കാരണം ഇത് ഷോയെ ഭയങ്കരമായിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. കാരണം സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ വീട് വിട്ടിട്ട് ഫോൺ കോൺടാക്ട്സും കാര്യങ്ങളും ഒന്നുമില്ലാതെ 100 ദിവസം അതിൻ്റെ ഉള്ളിൽ നിൽക്കുമ്പോൾ നിങ്ങളെ വിശ്വസിച്ചിട്ടാണ് ഈ വരുന്നവരെ പാരൻസും കുടുംബക്കാരും ഒക്കെ നിൽക്കുന്നത്. അപ്പോൾ ബൈപ്പിളാറിൻ്റെ ടാബ്ലറ്റ് കൊടുക്കുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ സംഭവമൊന്നുമല്ല, അതൊക്കെ ഭയങ്കരമായിട്ട് ഒരാളുടെ ലൈഫ് പോകുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ ഒരു ഇതിൽ സിബിൻ്റെ ഒരു മാറ്റർ വെച്ച് നോക്കുമ്പോൾ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ വീക്കെൻഡ് എപ്പിസോഡ് വരുമ്പോൾ ഒരു പക്ഷേ ലാലേട്ടൻ ഇതിനെ പറ്റിയിട്ട് ഒരു സംസാരം ചിലപ്പോൾ ഒന്നും മിണ്ടില്ലായിരിക്കും, പക്ഷേ സംസാരിക്കും. പക്ഷേ സംസാരത്തിൻ്റെ ഇതിൽ പ്രേക്ഷകരോടാണെങ്കിലും, കാരണം പ്രേക്ഷക വിധി പ്രകാരമാണ്, പുട്ടിന് തേങ്ങയിട്ട മാതിരി പ്രേക്ഷകർ പറഞ്ഞു പ്രേക്ഷകരുടെ വിധി പ്രകാരം നിങ്ങൾ ഇങ്ങോട്ട് പോരൂ, പ്രേക്ഷകരുടെ വിധി പ്രകാരം നിങ്ങൾ ആ മൂലയ്ക്ക് പോയിരിക്കും. ഇതാണല്ലോ ഏറ്റവും കൂടുതൽ അതിനകത്ത് യൂസ് ചെയ്യുന്ന ഒരു സെൻറ്റൻസ്. അപ്പോൾ പ്രേക്ഷകരെ കൺവിൻസ് ചെയ്യിപ്പിക്കുക എന്നുള്ളത് ഇത്രയും വലിയ ഷോയുടെ ഒരു ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിൽ റിവീൽ ചെയ്യൂ, ഇങ്ങനെ മെഡിസിൻ കൊടുത്തിട്ടുണ്ടോ, എന്തുകൊണ്ടാണ് മെഡിസിൻ സജസ്റ്റ് ചെയ്തത്, അല്ലെങ്കിൽ എന്താണ് ആ സമയത്ത് സിബിൻ അവിടെ ചെയ്തതെന്നില്ല എഡിറ്റഡ് അല്ലാത്ത പ്യുവർ കറക്റ്റായിട്ടുള്ള വീഡിയോസ് ഡിസ്ക്ലോസ് ചെയ്യൂ. അതിൽ അങ്ങനെ ചെയ്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഏഷ്യാനെറ്റ് അതിനുള്ള സമാധാനം കാര്യങ്ങളും പറയണം. അല്ല സിബിൻ പറയുന്ന നോണയാണെങ്കിൽ എന്തുകൊണ്ട് സിബിൻ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം പറയണം. കാരണം ക്ലാരിറ്റി വേണം. പിന്നെ ഇത് ഇനിയിപ്പോൾ വരും ഷോസിലാണെങ്കിൽ ഇപ്പോൾ ഉള്ള ഷോയിലുള്ള ആൾക്കാരൊക്കെ ഭയങ്കര അധികം എഫക്റ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. കാരണം മെഡിസിൻ കൊടുക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ അവിടുത്തെ മെഡിക്കൽ ടീമിനെ വളരെയധികം ഡിപ്പെൻഡ് ചെയ്തിരുന്ന ഒരു വ്യക്തിയാണ്, ട്രസ്റ്റ് ചെയ്തിരുന്ന വ്യക്തിയാണ്. ഞാൻ മാത്രമല്ല, ഞാൻ ലച്ചുവിന് പ്രശ്നങ്ങൾ വന്നപ്പോൾ, മാരാർക്ക് പ്രശ്നങ്ങൾ വന്നപ്പോഴൊക്കെ എനിക്ക് നല്ലൊരു മെഡിക്കൽ സപ്പോർട്ടാണ് അവിടെ നിന്ന് കിട്ടിയത്. ഇവൻ ഞാൻ മെഡിസിൻ ചോദിച്ചപ്പോൾ പോലും മെഡിസിൻ കഴിക്കേണ്ട, ബോഡി വീക്കാവും, ടാസ്ക് ഉള്ളതാണ്, സോ ചൂടുവെള്ളം കുടിച്ചാൽ മതി, അത് ചെയ്താൽ മതി, ഇത് ചെയ്താൽ മതി ഒക്കെ പറഞ്ഞാൽ എന്നെ ഡയറക്റ്റ് ചെയ്ത് വിട്ട ഡോക്ടേഴ്സാണ് അവിടെ ഉള്ളത്. പാനിക് അറ്റാക്ക് വന്നപ്പോഴൊക്കെ നമ്മൾ ഓക്കെ ആയി മെഡിക്കൽ റൂമിൽ നമ്മൾ സെറ്റായി എന്നറിയാതെ നമ്മളെ പുറത്തേക്ക് വിടത്തില്ല, സ്പോട്ടിൽ നമുക്ക് മെഡിക്കൽ സപ്പോർട്ട് കിട്ടും. സോ അങ്ങനെ ഉണ്ടായിരുന്ന ഒരു ഷോയിൽ ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ടോ എന്നുള്ളത് എനിക്കും അറിയാൻ ആഗ്രഹമുണ്ട്. അപ്പോൾ ബിഗ് ബോസ് കുറച്ച് സംഭവങ്ങൾ റിവീൽ ചെയ്യേണ്ട സമയമായി. അപ്പോൾ ഇതിൻ്റെ ഒരു ക്ലാരിഫിക്കേഷൻ ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നു. എക്സാക്റ്റ് വീഡിയോ എന്താണെന്ന് വെച്ചാൽ അത് വീക്കെൻഡ് വരുമ്പോൾ റിവീൽ ചെയ്യുക, അങ്ങനെ ഒരു സംഭവം നടന്നിട്ടുണ്ടോ, കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തിന്, അപ്പോൾ എന്താണ് ഈ ഷോയുടെ അർത്ഥം എന്നുള്ള പല ക്വസ്റ്റ്യൻ മാർക്കും ഇങ്ങനെ അറിഞ്ഞും പുറഞ്ഞും നിൽക്കുന്നുണ്ട്. പ്രേക്ഷകരുടെ കണ്ണിൽ പൊടിയിട്ടോ പ്രേക്ഷകരുടെ വാ മൂടിക്കൊണ്ട് ഇഷ്യൂ അധികം കാലം മുന്നോട്ട് പോകാൻ പറ്റില്ല. കാരണം പ്രേക്ഷകരാണ് ഇതിൻ്റെ ബാക്ക് ബോൺ എന്നുള്ളൊരു വിശ്വാസമാണ് ഞങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പോൾ അതൊന്ന് ചെക്ക് ചെയ്യണമല്ലോ.